കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുക. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 50-ാം സങ്കീർത്തനം അതിൻ്റെ 23-ാമത് വാക്യം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കുന്നു. വളരെ അനുഗ്രഹീതമായൊരു വാക്യമാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നത്. രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നത്, ഒന്ന് ചെയ്യേണ്ടതും, രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് സ്തോത്രം. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്നത് ഏറ്റവും അനുഗ്രഹീതമാണ്. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പം ആ ദൈവത്തെ ആരാധിക്കുക അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമ്മുടെ ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കണം. ബൈബിൾ അങ്ങനെ തന്നെ പഠിപ്പിക്കും. ബലവും ശക്തി അവന് കൊടുപ്പി. സ്തോത്രം. ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യണം? മഹത്വം അർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. അതരഫലം എന്ന സ്തോത്രയാഗം ദൈവത്തിന് അർപ്പിക്കണം. ദൈവം നമുക്ക് നാവ് തന്നത്, ദൈവം നമുക്ക് ശരീരം നൽകിയത് സ്തോത്രം ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ്. ബൈബിൾ പറയുന്നത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? സ്തോത്രം. അപ്പോൾ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. കാര്യം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മന്ദിരമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. കൊരിന്ത്യലേഖനം നമ്മൾ പഠിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ ഞാൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ കൊണ്ട് നിങ്ങൾ ദൈവത്തിന് എന്ത് ചെയ്യണം? മഹത്വം കൊടുക്കേണ്ടത് ആവശ്യമാണ്. 100-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ സകല ഭൂവാസികളുമായുള്ളവരെ നിങ്ങൾ യഹോവയ്ക്ക് ആർപ്പിടുവിനെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയാം. വാതിലുകൾ സ്തോത്രത്തോടും പ്രകാരങ്ങൾ സ്തുതിയോടും കൂടെ വരട്ടെ എന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? സ്തുതിക്കണം. എന്നാൽ സ്തുതിച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. സ്തോത്രം. സ്തുതി മാത്രം കൊണ്ട് നടക്കുന്ന കാര്യമല്ല ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. സ്തോത്രം. നമ്മൾ വിചാരിക്കും ആരാധിച്ചാൽ പ്രാർത്ഥിച്ചിട്ട് എന്ത് നമ്മൾ ചെയ്താലും അത് പ്രശ്നമില്ലെന്ന്. പക്ഷേ ഈ സങ്കീർത്തനത്തിൻ്റെ 50-ാം സങ്കീർത്തനത്തിൻ്റെ 23-ാം വാക്യത്തിൻ്റെ 2-ാമത് ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷയെ അവൻ ആർക്ക് കാണിച്ചു കൊടുക്കുമെന്ന് ചോദ്യത്തിന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതൊരു ആദ്യ ഘട്ടമാണെങ്കിൽ, രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മുടെ നടപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവരണം. ബൈബിൾ അങ്ങനെ വ്യക്തമായി നമ്മൾ ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞു, എൻ്റെ നടപ്പ് നിൻ്റെ കാൽച്ചുവടുകളിൽ തന്നെ ആയിരുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നടക്കുവാൻ നമ്മൾ തയ്യാറായാൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ ദുർനടപ്പ് വിട്ട് സ്തോത്രം ഹല്ലേലൂയ. 1-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത് എന്തെയാണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെ. അപ്പം ദുഷ്ടന്മാരുടെ ആലോചനയിൽ എന്ത് ചെയ്യരുത്? നമ്മൾ നടക്കാൻ പാടില്ല. സ്തോത്രം. നമ്മുടെ നടപ്പ് ദൈവസന്നിധിയിൽ ക്രമീകൃതമുള്ളതായിരിക്കണം, വിശുദ്ധമായിരിക്കണം. നമ്മുടെ നടപ്പ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വരത്തുപോക്കുകൾ, സ്തോത്രം, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉള്ളതായിരിക്കണമെന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവത്തെ സ്തുതിക്കുക മാത്രമല്ല നമ്മുടെ വിഷയം പകരം നമ്മുടെ നടപ്പുകൾ ദൈവത്തെ ക്രമീകരിച്ച് മുന്നോട്ട് പോയാൽ ദൈവത്തിൻ്റെ രക്ഷയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരും. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. എല്ലാ മഹത്വവും പുകഴ്ചയും കർത്താവിന് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.